ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെക്കണം. നമ്മൾ അന്ന് ഞാൻ എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി വെച്ചതൊന്നും ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഇതിപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട്, പുതിയ ഡ്രസ്സുകളൊന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. അത് എനിക്ക് ഒട്ടും സമയം ഒന്നും ശരിയാവാത്ത കാരണം കൊണ്ട് ഞാൻ പകുതി വെച്ച് നിർത്തിയതാണ് കേട്ടോ. കാരണം ഒരാൾക്ക് മാത്രം അത് ഡീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരാൾക്ക് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ജോലിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ അത് ഡീലായി പോകും. പക്ഷേ എനിക്ക് യൂട്യൂബും കൂടി നോക്കണം. കാരണം എൻ്റെ മെയിൻ ഇൻകം യൂട്യൂബാണ്. അപ്പോൾ അവിടുന്ന് ഈ ജോലിക്ക് വേണ്ടി ഞാൻ കുറേ ശ്രദ്ധ കൊടുത്തപ്പോഴേ എൻ്റെ ചാനൽ മൊത്തം ആകെ പ്രശ്നത്തിലായി. അപ്പോൾ എനിക്ക് പിന്നെ തലവേദന വേറെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ ഒരു സാധനം. ഇപ്പോൾ അത്ര വലിയ ഈസി ഒന്നുമല്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ ഡീൽ ചെയ്തോളും. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും എൻ്റെ സായ്ക്കുട്ടിയും കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. ചിക്കൻ്റെ ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ ചിക്കൻ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ സായ്ക്കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കന് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചിക്കൻ മൊത്തത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഗൗരവ മാർവൽ OTGയിൽ നമ്മുടെ ചിക്കന് ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിംഗ് ട്രേ ആണല്ലോ അതല്ലേ, അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ സായ്ക്കുട്ടി പിന്നെ ഇപ്പോൾ കറക്റ്റൊക്കെ നമ്മളെ സഹായിക്കാനുള്ള കാരണം കൊണ്ട് അതൊരു വലിയ സഹായമാണ്. സായ്ക്കുട്ടി അടിച്ചു വരൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ തുടക്കാനും അവനെ പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ഈ വീടുണ്ടല്ലോ, അത് ഞാൻ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ആര് തുടച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു തൃപ്തിയാവില്ല. അപ്പോൾ തുടക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി നാളെ രാവിലത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നും ഒക്കെ ഞാൻ അരക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഈ വൈറ്റ് കർട്ടൻ, നമ്മുടെ ഹാളിൽ നമ്മളിങ്ങനെ കർട്ടൻ ഉണ്ടായത് എത്ര പേർ ശ്രദ്ധിച്ചിക്കണമെന്ന് എനിക്കറിയില്ല. ആ കർട്ടൻ എല്ലാം ഊരിയെടുത്ത് ഞാൻ കഴുകി ഉണക്കിയിട്ടതാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഈ കർട്ടൻ ബാക്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് വേണം നമുക്കിന്ന് മാക്സിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ബിസിനസ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഡ്രസ്സിൻ്റെ മൊത്തം വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനിതാ ഈ കാണിക്കുന്ന ഈ വാട്സപ്പ് നമ്പർ ഇല്ലേ, ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് നോക്കിയിരുന്നത് ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബിസിനസ് ഞാൻ പെട്ടെന്ന് നിർത്താനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളടുത്ത് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നതിനെക്കാട്ടിയും കൂടുതലേ ഷൈജാത്താൻ്റെ ഫോൺ നമ്പർ, നബിലോട്ടിയുടെ ഫോൺ നമ്പർ, പിന്നെ നബിലോട്ട് എന്താ വീഡിയോ ഇടാത്ത്, നബിലോട്ടിട്ട് ആ ഡ്രസ്സിൻ്റെ ലിങ്ക്, ഷൈജാത്ത് എന്താ വീഡിയോ ഇടാത്ത്, ഷൈജാത്ത് ആ ഉപയോഗിച്ചിരുന്ന സാധനത്തിൻ്റെ ലിങ്ക്, ഇതൊക്കെ നമ്മളടുത്ത് കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം വന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മളടുത്ത് മാക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് കുറേ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞ് ലാസ്റ്റ് അവർ പറയും ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാട്ടോ, നിങ്ങൾ ഷൈജാത്താൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, അങ്ങനെ ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ എനിക്ക് മാനേജ് ചെയ്യാൻ വയ്ക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് നമ്മൾ നിർത്തി വെച്ചത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ പാർട്ണറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വാട്സപ്പ് മറ്റേ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അവളായിരിക്കും. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അവളായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരിക. ബാക്കി കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നത് ആളായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇനി ഷൈജാത്താൻ്റെ ഫോൺ നമ്പർ ആവശ്യമുള്ള ആൾക്കാർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഷൈജാത്താൻ്റെ ഫോൺ നമ്പറും നബിലോട്ടിയുടെ ഫോൺ നമ്പറും നബിലോട്ടി വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഒന്നും അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മല്ലേ, അതായത് ഞാൻ ഈ പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വരിക. നമ്മളെ വേറെ ചാനലിലായിരിക്കും ഈ ഷോർട്ട് വീഡിയോ ഒക്കെ വരുന്നുണ്ടാവുക കേട്ടോ. അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഷിഖായ എന്നുള്ളതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാൻ നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും നേരം വൈകാമല്ലോ, അവിടെ നല്ല വെയിലും പുകയൊക്കെയാണ്. നമ്മൾ
ഇത് കാണിച്ചടാ, നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ദൂരമൊക്കെ പോയി കാണിക്കണ്ട, അത് വേറൊരു ഡ്രസ്സല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ കർട്ടനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ചെയ്യാൻ, നമുക്ക് വീഡിയോ എടുത്ത് തരാൻ നമുക്കൊരാളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബാച്ചിൽ കുറേ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളുടെ മറ്റേ കളക്ഷൻസും ഒക്കെ അതൊന്നും എൻ്റെ അടുത്തല്ല, അതൊന്നും ഞാനല്ല ഡീൽ ചെയ്യണത്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രസ്സുകളുടെ മൊത്തം വീഡിയോ ഒറ്റ ദിവസം എടുക്കാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് ഒക്കെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മൾ ഒരു ദിവസം കൊണ്ടേ കുറേ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയ കാരണം കൊണ്ട്, വെളിച്ചം പോകുന്ന കാരണം കൊണ്ടൊന്നും ഫുള്ള് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിന് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തും കൊണ്ടേ ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ. വിചാരിക്കണം അത്ര ഈസി ഒന്നുമല്ല പെട്ടെന്ന് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഴങ്ങി എന്ന് പറഞ്ഞാൽ നല്ല കുഴങ്ങി. ഇനി ഫുഡിൻ്റെ ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്തത് ചെയ്യാൻ. ഇതാ ഈ ഒരു മാക്സിനല്ലോ, ഇത് ചൈനീസ് മെറ്റീരിയലിലെ കഫ്താനാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ഡെമ്മി പെണ്ണ് ഇട്ടിക്കണത് ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ ബാക്കി. അങ്ങനെ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഒരു കുറച്ചും കൂടി കഴിയാൻ ബാക്കിയുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് തീരണമൊന്നുമില്ല. അപ്പം നമുക്ക് ഇന്ന് ഈ സായക്കുട്ടി യൂണിഫോം തയ്ക്കാൻ വേണ്ടി കൊടുക്കണം. അത് ഇനിയും ഡിലേ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പം തന്നെ തിരക്കായിരിക്കും. പഠിച്ചോനെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സായക്കുട്ടിക്ക് യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടേ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ റിജക്ഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ ചുരിദാർ കണ്ടോ, നീ പറഞ്ഞ പോലെ ഞാനിത് മീഷോന്ന് എടുത്തതാണ് കേട്ടോ. അതായത് ഇത്ര വലിയ വില ഒന്നുമില്ല, ഒരു 500-400 അങ്ങനെ എന്തോ റേഞ്ചിലാണ് ഈ വില കിടക്കുന്നത് കേട്ടോ. നല്ല ചുരിദാർ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിതുപോലെ ഒന്ന് പുറത്ത് പോകുമ്പോഴേ ഇടാൻ പറ്റിയ നല്ല ചുരിദാർ. ഓ കണ്ടോ, നല്ല ഷാളിതാ, ഇതിൻ്റെ ഷാളിതാ അത്യാവശ്യത്തിനുള്ളൊരു വീതിയുണ്ട് കണ്ടോ. ഈ ചുരിദാറിൻ്റെ പാൻറ്റിനൊരു വർക്കും ഉണ്ട്. ഓ നിങ്ങളിപ്പോൾ കാര്യമായിട്ട് ഷർട്ട് ബെൽറ്റ് കളിക്കാൻ ഇറങ്ങിക്കാ. സായക്കുട്ടിച്ച് വേർക്കൂലടാ. അതിന് എനിക്കതിൻ്റെ അപ്പോൾ ഫോണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓഹോ, നമ്മളെ സായക്കുട്ടിയുടെ യൂണിഫോം തയ്ക്കാനുള്ള സെറ്റാണ് കേട്ടത്. മഴ പെയ്യുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. ബാറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ, രണ്ടാൾക്കും ബാറ്റ് ഉണ്ട്, പക്ഷേ കളിക്കാൻ അറിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കണതേ മെയ് 9 കേട്ടോ. മെയ് 9 ഞങ്ങൾ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് പോലും ആരും തയ്ച്ച് തരുമെന്ന് പറഞ്ഞില്ല. അവർ സ്കൂൾ തുറന്നിട്ട് 4 ദിവസം കഴിയും, 5 ദിവസം കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും റിജക്റ്റ് ചെയ്തു. എന്താ ഇങ്ങനെ നിൽക്കുന്നത് എടാ സായുട്ടിയെ, എന്തെങ്കിലും അന്തം പെട്ട പോലെ നിൽക്കുന്നത്? ഗൈസ്, ആരെങ്കിലും യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളിട്ടോ. നമ്മളിത് 4ാമത്തെ ഷോപ്പിലാണ് പോകുന്നത്. 6 യൂണിഫോം എടുക്കുന്നില്ല, എടുത്ത് തന്നെ ഈ സ്കൂൾ തുറന്നിട്ട് ഒരു 5 ദിവസം 10 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ സായ്കുട്ടിയെ അലയുകയാണ്. എൻ്റെ സായ്കുട്ടിയെ എവിടെ അലയുന്നത്? അവസാനം നമുക്ക് ഈ ഷോപ്പിലത്തെ ആൾ നമുക്ക് തയ്ച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മെറ്റീരിയൽ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ജാംജുമിക്ക് പോവാണ്. പെരിന്തൽമണ്ണ അങ്ങാടിയിലാണെങ്കിൽ എന്തോരം ബ്ലോക്കാണെന്ന് അങ്ങനെ ഒരു വിധം നമ്മൾ ജാംജുമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റോ ഞാൻ അൺബോക്സ് ടൂഡിങ്ങിൻ്റെ വീട്ടിൽ കണ്ടിരുന്നു. ഇതിനെത്ര വേണം? ഐഫോൺ കണ്ടോ? അപ്പോൾ ചെറുത് മതി, ഒന്ന് മതി. ഇതിനെത്രയായിരിക്കും? മതി. അപ്പം ഇതിനോ? ഒരെണ്ണം ജീവിക്കട്ടെ, 2 നോക്കാം. ഇതിനെത്രയാ? ഇതിലേത് ഡേറ്റ്സ് വാങ്ങിക്കാൻ സൈറ്റി? എടാ ഇത് കുഴയാതെ ഇതിലേത് ഡേറ്റ്സ് വേണ്ട നോക്കി നോക്ക്. നമുക്ക് സാമ്പിൾ ചെയ്യാൻ നോക്കൂ. സാമ്പിൾ ടേസ്റ്റ്. ഓക്കെ, ഇത് നല്ല ഓക്കെ. എന്താണ് വേണോ? വേണോ? എനിക്ക് വേണോ?
മതി വേണ്ട വേണ്ട 1 4 5 പിടിച്ചു എടുത്തോ മോളി നിർക്ക് ചെങ്ങയ്യേ മോളി നിർക്ക് വീണാലോ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനും സായിക്കുട്ടിയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. ആളെ വിളിച്ചാൽ തീരെ വരില്ല. പക്ഷെ ഇന്ന് ഓനക്ക് വന്നു തന്നെ പറ്റുള്ളൂ. കാരണം ഓൻ്റെ യൂണിഫോം നമുക്ക് തയ്ക്കാനും ഓൻ്റെ അളവ് വേണമല്ലോ. അതുകൊണ്ടാണ് ആൾ വന്നത്. എനിക്ക് ഓനെ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. ഇത് ഞാൻ എടുക്കണം, അതിൻ്റെ വില നോക്കണമൊക്കെ ചെയ്യണം. ഇത് ആൾ തന്നെ ചെയ്തു തരും. പിന്നെ ഏറ്റവും വലിയ ഉപകാരം ഓനെക്കൊണ്ട് നമ്മളവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ തൂക്കണമല്ലോ. അപ്പോൾ തൂക്കാൻ പോകുമ്പോൾ അവിടെ കുറേ തിരക്കുണ്ടാവും. പക്ഷേ സായിക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ആൾക്കാരുടെ ഇടയിൽ കൂടി നൂണ്ട് കയറി പോയിട്ട് വേഗം തൂക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ എങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. പിന്നെ ആൾ വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആൾക്ക് പൈസ ചിലവാക്കുന്നത് ഭയങ്കര ടെൻഷനാണ്. ഞാനത് എടുത്തോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാലും വേണ്ട അമ്മ, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല പറയും. പക്ഷെ ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എൻ്റെ സായിക്കുട്ടി ചെറുപ്പം മുതൽ തന്നെ ഒരു സാധനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവനെപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ ഞാൻ പല കുട്ടികളും സൂപ്പർ മാർക്കറ്റിൽ അത് വേണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് നിലത്തുണ്ട് കരയണ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അല്ല, അത് മോശ സ്വഭാവമാണെന്നല്ല പറയണത്, ഇവന് നല്ല സ്വഭാവമാണെന്നല്ല പറയണത്. പക്ഷേ എന്തുകൊണ്ടോ അവന് ചെറുപ്പം മുതൽ തന്നെ ആ ഒരു സാധനമുണ്ട്, പൈസ ചിലവാക്കരുത്, മറ്റേ ഒന്നിനും അടിസ്ഥാനമായിട്ട് പറഞ്ഞാൽ അവനക്ക് ഒന്നിനും വാശിയില്ല. അതാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, പഠിച്ചോൻ എനിക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹം എനിക്ക് ഇങ്ങനത്തെ 2 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. എല്ലാം കൊണ്ട് പഠിച്ചോൻ പരീക്ഷിക്കൂലല്ലോ. എന്തൊക്കെ കിടക്കണ വയ്യേ നിനക്ക് വയ്യേ. ജാംജുമിലൊക്കെ പോയി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോക്കാരെ കിട്ടാനാണ് കേട്ടോ ഭയങ്കര പ്രയാസം. ഇവിടെ ഈ ബ്ലോക്കുള്ള കാരണം കൊണ്ട് ആരും ഓട്ടം വിളിച്ചാൽ വരില്ല. എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട് ഡ്രൈവിങ് പഠിക്കൂ ഇത്താന്നുള്ളത്. ഇത്താക്ക് ഡ്രൈവിങ് പഠിക്കാനുള്ള ധൈര്യമല്ല, അതാണ്. എന്താ ചെയ്യുക, എനിക്കൊരു പിടുത്തമല്ല. അങ്ങനെ നമ്മൾ ടൈലർ ഷോപ്പിലേക്ക് തിരിച്ച് വന്ന്, ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽ അവിടെ വെച്ച് പോയിന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് സായിക്കുട്ടിൻ്റെ അളവൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 27-ാം തീയതി നമുക്ക് ഇങ്ങനെ യൂണിഫോം അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1950 രൂപ 3 ജോഡി യൂണിഫോം അടിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് 3 ലേസ് വാങ്ങിച്ചിട്ടേ കറുമുറിച്ചിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, കഴിച്ച് വെക്കാം. നമ്മൾക്കൊരു കുനാഫ ചോക്ലേറ്റ് കഴിച്ച് വെക്കാം. ഒന്ന് കുറുക്കുന്ന് വെച്ചുണ്ടാക്കാതിരിക്കോ ഗൈസ്. നല്ല മെൽറ്റായ ചോക്ലേറ്റാണേ. എങ്ങട്ടാ ഞാൻ അതൊക്കെ പാടെ കഴിക്കണമെന്നില്ല, ഇതൊക്കെ ഒരു പിടുത്തമില്ല. എന്നെക്കൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കേട്ടാ. ചോക്കട്ടെ. ആ കുറുക്കുറ് വെച്ചോക്കണം. അതെ പിന്നെ എന്ത് കഴിച്ചാലും തടിക്കാത്ത തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ്, ഗുലാബ് ജാമുൻ, ലഡു, അമ്മാതിരി സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചാനേ. ഇതൊരു നിവർത്തിയില്ല. എൻ്റെ ജീവൻ പോണ തരം വരെ ബാക്കി ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ. ഈ സംഭവം ഒന്നും കഴിച്ചാലും പണ്ടാലും നിർത്താനും തോന്നില്ല. ഒരു പീസ് കഴിച്ചിട്ടുണ്ട്, ബാക്കി ഇനി എടുത്തേക്കാം. ഇതേ കഴിച്ചാൽ ഞാനിവിടെ ഇരുന്ന ഇരിപ്പിൽ കഴിച്ചിട്ടേ ഞാൻ നീക്കുള്ളൂ. അതുകൊണ്ട് വേണ്ട. ഇന്ന് ഞങ്ങൾ ജാംജമ്മി പോയപ്പോണ്ട് നമ്മൾ എന്നെ കണ്ടപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഫ്രണ്ടൊക്കെ ഒന്ന് കൈ തന്നു കേട്ടോ. പക്ഷേ ഇവനെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് സായിക്കുട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എനിക്ക് പാവാണ് ഞാൻ ഇഷ്ടമാക്കാൻ. ഇത് ഭയങ്കര വില്ലനാണ്, നിൽക്കല്ലേ അറിയുള്ളൂ. എന്ത് പാവം, ഇത് വില്ലനാണ്. ഇത് വില്ലൻ കാണിച്ചാൽ അവർ മുറുക്കണിച്ചാ. പിന്നെ നമ്മൾ കുറേ കൂട്ടുകാർ നമ്മൾ AC വെച്ചിട്ട് എത്ര ആയി കറണ്ട് ബില്ല് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്രാവശ്യത്തെ കറണ്ട് ബില്ല് 1771. സാധാരണ നമ്മൾ 750 കൊടുക്കാറ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽക്കാലത്ത് 1150 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1150 ഞാൻ അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൊടുത്ത കറണ്ട് ബില്ല്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അത് AC വെച്ചിട്ടാണെന്നുള്ളത്. കാരണം ഞാനിവിടെ 2 മാസം തുടർച്ചയായിട്ട് AC ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
നമ്മൾ ഒരു മാസമായിട്ട് ഒരു മാസം പോലും ഒരു മാസമായിട്ടുണ്ടാവും തോന്നുന്നു. ഒരു മാസമായിട്ടുള്ളൂ ഇപ്പോൾ AC വെച്ചിട്ട്. അപ്പോൾ AC വെച്ചതിൻ്റെ മാത്രം കറണ്ട് ബില്ലല്ലത്. ഇവിടെ നമുക്ക് OTG ഒക്കെ അല്ലേ. OTG പറയുമ്പോൾ 48 ലിറ്ററിൻ്റെ OTG അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരാനും പിന്നെ ഞാൻ OTG വാങ്ങിച്ചതിന് സന്തോഷത്തിൽ കുറേ ഫുഡുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഹാളിൽ തന്നെ 5 ബൾബാണ് ഇരിക്കുന്നത് എന്ന്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ 5 ബൾബും ഓണായിരിക്കും. അപ്പോൾ അതിൻ്റെയും ഒക്കെ കറണ്ട് ബില്ലുണ്ടാവും. അല്ലാതെ AC വെച്ചതിൻ്റെ മാത്രമല്ല. മതി, എനിക്ക് വേണ്ട, അതെനിക്ക് വേണ്ട, അതൊന്നും ഞാൻ കുടിക്കൂല. അങ്ങനെ അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് നമ്മളിങ്ങനെ ഉന്തി കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന ഡ്രസ്സാണ്. ഇതൊക്കെ അടക്കി പറക്കുന്നത് കുറച്ചൊരു പ്രയാസമാണ്. എന്തായാലും കുറച്ച് പ്രയാസപ്പെട്ട് കാണാം.